കേരളം ഒരിക്കലും അവസാനിക്കാത്ത വിവാദങ്ങളുടെ നാടാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവാദം കേരള സാഹിത്യ അക്കാദമിയുടെ രൂപത്തിൽ ആണെന്നതാണ് രസകരമായ വസ്തുത. കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ആദ്യത്തെ വിവാദത്തിന് തിരികൊളുത്തിയത്. പിറകെ ശ്രീകുമാരൻ തമ്പിയും. രണ്ടുപേർക്കും പറയാനുള്ളത് സാഹിത്യ അക്കാദമിയെക്കുറിച്ചാണ്. കുമാരനാശാൻ്റെ കൃതികളെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുവാനും അക്കാദമി ക്ഷണിച്ചിട്ട് അവിടെ ചെന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം വണ്ടിക്കൂലിക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് 2400 രൂപ പോക്കറ്റിൽ ഇട്ടുകൊടുത്തു. ആരുടെ? ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ. ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ച് അവിടെ ചെന്ന ശ്രീ ബാലചന്ദ്രന് വണ്ടി വാടക തന്നെ 3500 രൂപ ചിലവായി. ബാക്കി 1100 രൂപ താൻ സീരിയലിൽ അഭിനയിച്ച കാശെടുത്ത് കൊടുത്തു എന്നും ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞു. ശ്രീ ബാലചന്ദ്രൻ്റെ പ്രതിഷേധം കവികളോടും സാഹിത്യകാരന്മാരോടും സമൂഹവും സാഹിത്യ അക്കാദമിയും കാണിക്കുന്ന അവഗണനയെക്കുറിച്ചാണ്. മറ്റു കലാകാരന്മാരോടും മിമിക്രി കലാകാരന്മാരോടും പാട്ടുകാരോടും ഒക്കെ ഈ ഒരു സമീപനമല്ല പൊതുവിൽ കാണുന്നത് എന്നുമായിരുന്നു ശ്രീ ബാലചന്ദ്രൻ്റെ ആരോപണം. കേരളം എനിക്കിടുന്ന വില 2400 രൂപ എന്നായിരുന്നു ശ്രീ ബാലചന്ദ്രൻ്റെ ആക്ഷേപം. ശ്രീ ബാലചന്ദ്രൻ്റെ പ്രസ്താവന വന്നതിന് പിറകെയാണ് ശ്രീകുമാരൻ തമ്പി സാഹിത്യ അക്കാദമിക്ക് നേരെ മറ്റൊരു വെളിപ്പെടുത്തലുമായി വന്നത്. ഒരു കേരള ഗാനം എഴുതി കൊടുക്കണമെന്ന് അക്കാദമിയുടെ സെക്രട്ടറി അബൂബക്കർ ആവശ്യപ്പെട്ടു. പിന്നീട് അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദനും തമ്പി സാറിനെ വിളിക്കുന്നു. അദ്ദേഹം എഴുതി കൊടുത്ത പാട്ട് ഒരു വാക്കുപോലും പറയാതെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ട് ഹരിനാരായണൻ എന്നു പേരുള്ള ഒരാളുടെ പാട്ട് അക്കാദമി തിരഞ്ഞെടുത്തു. ഇതായിരുന്നു ഒടുക്കം അറിയുവാൻ കഴിഞ്ഞത്. രണ്ട് കവികളുടെ മനസ്സാണ് ഇന്ന് മുറിപ്പെട്ടത്. സാംസ്കാരിക കേരളം ലജ്ജിക്കണം. ലജ്ജിക്കാൻ സാംസ്കാരിക കേരളം എന്ന ഒന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഒട്ടേറെ കാലമായി കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം ഒട്ടകപ്പക്ഷിക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരിതറിയുവാനും വഴിയില്ല. സംഭവം വല്ല നോർത്ത് ഇന്ത്യയിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ മാത്രം പ്രതികരിക്കുവാൻ വേണ്ടി വാ തുറക്കുന്ന സാംസ്കാരിക കേരളമാണല്ലോ ഇവിടെ ഉള്ളത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. പണം വാങ്ങി പ്രസംഗിക്കുവാൻ പോകുന്ന ഒരു പ്രസംഗ തൊഴിലാളിയൊന്നുമല്ല ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരളം അറിയുന്ന ഒരു പ്രതിഭാധനനായ കവിയാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്ന വിശേഷണങ്ങൾ പോലും ഒരു പക്ഷേ മുഖത്ത് നോക്കി ഇതൊന്നിനും ഞാൻ അർഹനല്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ചേരുന്ന വിശേഷണങ്ങളല്ല എന്ന് പറയുവാൻ മടിയുള്ള ഒരാളല്ല ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. 2018 തോന്നുന്നു തൻ്റെ കവിതകളും പുസ്തകങ്ങളും ഒന്നും സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കുവാൻ പാടില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഒരു കവിതയും ഒരു പുസ്തകവും ഒരു കരിക്കുലത്തിൻ്റെയും ഭാഗമാക്കുവാൻ പാടില്ല എന്നും നിഷ്കർഷിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ബാലചന്ദ്രൻ. സ്പെല്ലിങ്ങും വ്യാകരണവും അറിയാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം അളക്കാതെ കൊടുക്കുന്ന ഉയർന്ന മാർക്കുകളും ജാതിയും മതവും ഡൊണേഷനും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ നോക്കി ജോലി വാങ്ങുന്ന മലയാളം പോലും അറിയാത്ത അതവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയായിരുന്നു അന്ന് ശ്രീ ബാലചന്ദ്രൻ ഉന്നം വെച്ചത്. 2018 ശ്രീ ബാലചന്ദ്രൻ ഇത് പറഞ്ഞതെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിക്ക് സമ്മാനിച്ച് പ്രബന്ധം രചിച്ച് ഡോക്ടറേറ്റ് നേടിയവരൊക്കെ ഉള്ള കേരളം. അതുകൊണ്ട് തന്നെ തൻ്റെ രചനകൾ ഒരു കോളേജിലും പഠിപ്പിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ശ്രീ ബാലചന്ദ്രൻ, യാതൊരു സംശയവും വേണ്ട, വൈലോപ്പള്ളിയും ചങ്ങമ്പുഴയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ തന്നെ പറയുമായിരുന്നുള്ളൂ. 70കളുടെ ഒടുക്കം തന്നെ ശ്രീ ബാലചന്ദ്രൻ ഒരു നല്ല കവി എന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. 1979 80 എന്നെനിക്ക് ഓർമ്മയില്ല. ആലുവ UC കോളേജിൽ വെച്ച് ഒരു കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ ഒരു ചലച്ചിത്രാസ്വാദന ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴാണ് നേരിട്ട് ശ്രീ ബാലചന്ദ്രനെ കാണുന്നത്. അന്ന് കടമ്മനിട്ട കവിതകൾ ഉറക്കെ ഗംഭീര ശബ്ദത്തിൽ ചൊല്ലുന്ന ബാലചന്ദ്രനെയാണ് അവിടെ കണ്ടത്. കൂടെ ശ്രീ ജോൺ അബ്രഹാമും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ പരിചയം മുതലാക്കി ആ വർഷത്തെ ഞങ്ങളുടെ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തുവാൻ ശ്രീ ബാലചന്ദ്രനെ ക്ഷണിച്ചു. ഉദ്ഘാടന തലേന്ന് ഞാൻ നന്ദ്യാട്ടുകുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. രാവിലെ അദ്ദേഹത്തിൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ചെമ്പാവരിയുടെ പുട്ടും കഴിച്ച് തൊടുപുഴയിലെത്തി. ആർട്സ് ക്ലബ് ഉദ്ഘാടനമൊക്കെ നടത്തി അദ്ദേഹത്തെ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തിച്ച് ബസ് കയറ്റി വിട്ട ഒരനുഭവം എനിക്കുമുണ്ട്. സുഹൃത്ത് ശ്രീ ജാജു ആയിരുന്നു അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി. അന്ന് ആർട്സ് ക്ലബിനൊക്കെ പരിമിതമായ ഫണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീ ബാലചന്ദ്രന് വണ്ടിക്കൂലി മാത്രം കൊടുത്തു വിടുവാനേ ഞങ്ങൾക്കും കഴിഞ്ഞുള്ളൂ. കേരളീയം പോലെ ഒരു വലിയ ആഘോഷം നടന്നപ്പോൾ വേദിയിൽ പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർക്കെല്ലാം വലിയ തുകകൾ നൽകിയാണ് പങ്കെടുപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്.
അവർക്കൊക്കെ കൊടുക്കുന്ന അത്രയും ഒന്നും കൊടുത്തില്ല എങ്കിലും ഒരു സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ അക്കാഡമിക്ക് മാന്യമായ വണ്ടിക്കൂലി എങ്കിലും കവികൾക്കും സാഹിത്യകാരന്മാർക്കും കൊടുക്കുവാൻ കഴിയണം. കേരളീയ സമൂഹം ഒട്ടേറെ ആദരിക്കുന്ന ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ക്ലീഷയാണത്രേ. പറയുന്നത് ആരാണ്? അക്കാഡമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ. എന്തുകൊണ്ടാണ് സച്ചിദാനന്ദൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയില്ല. പക്ഷേ ശ്രീ ശ്രീകുമാരൻ തമ്പി പറയുന്നത് സച്ചിദാനന്ദൻ പക വീട്ടിയതാണത്രേ. ഹിന്ദു എൻക്ലേവിൽ പങ്കെടുത്ത അന്ന് ആർഷ സംസ്കാര പുരസ്കാരം വാങ്ങിയ ശ്രീകുമാരൻ തമ്പിയെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് സച്ചിദാനന്ദൻ ഒരു പ്രസ്താവന ഇറക്കി. ഒരു സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി തന്നെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായി പിന്നീട് ശ്രീകുമാരൻ തമ്പി അതിന് മറുപടിയും പറഞ്ഞു. ഇതെല്ലാമാണ് ഇപ്പോൾ തന്നെ അപമാനിക്കാൻ കാരണമായത് എന്നുമാണ് ശ്രീകുമാരൻ തമ്പിയുടെ പക്ഷം. ഒരാളോട് ഒരു ഗാനം എഴുതി തരാൻ ആവശ്യപ്പെടുക, പിന്നീട് ആദ്യം അതിൻ്റെ പല്ലവിയിൽ ഒരു തിരുത്ത് വേണമെന്ന് പറയുക, തിരുത്തി കൊടുത്ത ശേഷം ഒന്നും പറയാതിരിക്കുക, ഒടുക്കം മറ്റൊരാളുടെ പാട്ട് അംഗീകരിക്കുക. ഇതെന്താണ് പാട്ടെഴുത്ത് മത്സരം? മത്സരിക്കുന്ന ആരൊക്കെ? തമ്പി സാറും ഹരിനാരായണനും തമ്മിൽ. ഹരിനാരായണനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, തമ്പി സാറിനെ ഹരിനാരായണനോട് ഇക്വേറ്റ് ചെയ്തത് തന്നെ അക്കാഡമിയുടെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ ഒരു അപരാധമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഓർമ്മിക്കണം, വയലാറിനും ONV-ക്കും പി ഭാസ്കരൻ മാഷിനും ഒപ്പം തൻ്റെ സാന്നിധ്യം സ്വയം അറിയിച്ചുകൊണ്ട് വന്ന ഒരാളാണ് ശ്രീകുമാരൻ തമ്പി. ഒരിക്കൽ മാത്രം വീണ്ടും എന്നെ നീ ഓർക്കും, മനോവിയത്തിൽ ഘനീഭൂത ദുഃഖനീരതമായി ഞാൻ പറക്കും, പിന്നെ കണ്ണീർ മഴയായി പെയ്യും, പ്രേമ സുഖത്തിൻ മരീചികയായി നിൻ കടക്കണ്ണിൽ എന്നൊക്കെ എഴുതുവാനുള്ള ഭാവനയും പദസ്വാധീനവും ഇന്ന് എത്ര എഴുത്തുകാർക്കുണ്ട്? ഭാഷ തെറ്റും വ്യാകരണ പിശകും ഇല്ലാതെ എഴുതാനറിയാത്ത വിദ്യാർത്ഥികളും അവരെ തിരുത്തുവാൻ പറ്റാത്ത അധ്യാപകനുമുള്ള വിദ്യാലയങ്ങളിൽ തൻ്റെ കവിതകൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുവാനുള്ള ആർജവും തൻ്റെ ഇടവും ഒരുപക്ഷെ ഇന്നോളം മലയാള സാഹിത്യ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൽ നിന്ന് കിട്ടുന്ന പണവും പ്രശസ്തിയും ഒന്നും തനിക്ക് പ്രശ്നമല്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അതിലൊളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയുള്ള ശ്രീ ചുള്ളിക്കാട് പണത്തിന് വേണ്ടിയല്ല ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് എന്ന് വ്യക്തമല്ലേ? അക്കാദമി ലക്ഷ്യം വയ്ക്കുന്നത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയും പുരോഗതിയുമാണ് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ എഴുതി വച്ചിരിക്കുന്നത്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയും പുരോഗതിയുമാണ് അക്കാദമി യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ ശ്രീ ബാലചന്ദ്രനോടും അതേപോലെ തമ്പിസാറിനോടും കാണിച്ച അപമര്യാദയ്ക്ക് ചുരുങ്ങിയ പക്ഷം സച്ചിദാനന്ദൻ മാപ്പ് പറയുവാനെങ്കിലും തയ്യാറാകണം. സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ളവരെ മാത്രം തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷാഭിമുഖ്യം പുലർത്തുന്ന ശ്രീ ബാലചന്ദ്രനോടെങ്കിലും നിങ്ങൾ നീതിപൂർവം പെരുമാറണം. KP കേശവമേനോനും മഹാകവി ശങ്കരക്കുറുപ്പും തകഴിയും MTയും എല്ലാം ഇരുന്ന കസേരയാണ് അതെന്ന് ശ്രീ സച്ചിദാനന്ദൻ ഓർക്കണം. ഓർത്താൽ അദ്ദേഹത്തിന് നന്ന്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.